والحرمان كل الحرمان أن يغفل العبد عن هذا الأمر ويشابه قوما نسوا الله وغفلوا عن ذكره والقيام بحقه وأقبلوا على حظوظ أنفسهم وشهواتها فلم ينجحوا ولم يحصلوا على طائل. അതേപോലെ തന്നെ അവർ ഒരിക്കലും ഒരു ടീമിനെ പോലെ ആവരുത്. അവർ അള്ളാഹുവിനെ ഓർക്കുന്നത് മറന്നിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഹക്ക് നൽകുന്നതിനെ മറന്നിരിക്കുന്നു. ദുനിയാവിൻ്റെ ഹല്ലുകളെ കുറിച്ചാണ് അവർ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ദുനിയാവിലെ നേട്ടങ്ങൾ, ദുനിയാവിലെ ലദ്ദാത്തുകൾ, സുഖസൗകര്യങ്ങൾ, അതിൻ്റെ മാധുര്യം. അങ്ങനെ അവർ അള്ളാഹുവിനെ മറക്കുന്നു. അതാണ് പറഞ്ഞത്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ വിശ്വാസികളെ നിങ്ങളാവരുത്. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെ ആവരുത്. ഒരു വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ ആവരുത്. ഒരു മുവഹിദും മുശ്രിക്കും ഒരുപോലെ ആവരുത്. ഒരു സ്വാലിഹും ഫാസിഖും ഒരുപോലെ ആവരുത്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ മറന്നാൽ, അള്ളാഹു സുബ്ഹാനഹു തആലയാണല്ലോ നമ്മുടെ സ്രഷ്ടാവ്, നമ്മുടെ നഫ്സിൻ്റെ സ്രഷ്ടാവ്. എല്ലാം അള്ളാഹുവിൻ്റെ കൈകളിലാണല്ലോ. ആ റബ്ബ് പറയുകയാണ്, ഫഅൻസാഹും അൻഫുസഹും ഐ അൻസാഹുമുല്ലാഹു മസാലിഹ അൻഫുസിഹിം. ഒരു മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായതിനെ അള്ളാഹു അയാൾക്ക് മറപ്പിച്ചു കളയുന്ന. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതിനെ നമ്മുടെ കണ്ണിൽ നിന്ന് അള്ളാഹു മാറ്റിക്കളയും. അയാൾക്കത് കാണാൻ കഴിയില്ല, അയാൾക്കത് കേൾക്കാൻ കഴിയില്ല. എല്ലാ ഖൈറും അതിലായിരിക്കും, പക്ഷേ അള്ളാഹു ആ തൗഫീഖിനെ അയാൾക്ക് നഷ്ടപ്പെടുത്തും. വഅഗ്ഫലഹും അൻ മനാഫിഇഹാ വഫവായിദിഹാ. അതിൻ്റെ മൻഫഅത്ത്, അതിൻ്റെ ഫവായിദിൽ നിന്ന് അള്ളാഹു അയാളെ തടയും. ഫസാറ അംറുഹും ഫുർതാ. അവരുടെ കാര്യങ്ങളൊക്കെ വ്യർത്ഥമായി പോകും. ഫറജഉ ബിഖസാറത്തി ദാറൈൻ. രണ്ട് വീട്ടിലും അഥവാ രണ്ട് ലോകത്തും അവർക്ക് നഷ്ടം തന്നെയാണ്. വഗുബിനു ഗുബ്ന ലാ യുംകിനുഹും തദാറുകു വലാ യുജ്ബറു കസ്റുഹു ലിഅന്നഹും ഹുമുൽ ഫാസിഖൂൻ. അങ്ങനെ അവർ വമ്പിച്ച മഗ്ബൂനുകളായി, നഷ്ടം സംഭവിച്ചവരായി. ഖസിറത് ദുനിയ വൽ ആഖിറ. ദുനിയാവും നഷ്ടമായി, ആഖിറത്തും നഷ്ടമായി. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത, ഒരിക്കലും മടങ്ങിപ്പോവാൻ പറ്റാത്തൊരു ലോകത്ത് വെച്ച് അവർ ഖേദിക്കുന്നതാണ്. അവർ ഫാസിഖുകളാണ്. അതുപോലെ ആവരുത് എന്നാണ്, അതുപോലെ ആവരുത്. അപ്പോൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉത്തരവാദിത്തങ്ങൾ അവർ മറക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അത് വലിയ ഒരു ആഖിബത്താണ് എന്നാണ്. പല ആളുകളും ചിന്തിക്കും, ഞാൻ നന്മകളൊന്നും അധികം ചെയ്യുന്നില്ല, പല ഖൈറാത്തുകളും ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട്, ഞാൻ ചില ഹറാമുകളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ശിക്ഷയൊന്നുമില്ലല്ലോ, പൂർവികരായ ആളുകൾക്ക് ലഭിച്ചതുപോലെയുള്ള ശിക്ഷയൊന്നും ലഭിക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും വലിയ ശിക്ഷയിലാണുള്ളത്. ഒരു നന്മ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ ശിക്ഷ. ഒരു തിന്മ തിന്മയാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ തോന്നൽ ഏറ്റവും വലിയ ശിക്ഷയാണ്. അയാളത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് ഹറാമാണ്, എന്നിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ലേ? അത് തൗഫീഖല്ല, അത് ശിക്ഷയാണ്. ഒരു വാജിബ്, ഒരു ഫർള്, ഒരു സുന്നത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, പക്ഷെ അത് ചെയ്യാൻ മനസ്സ് വരുന്നില്ലേ? അത് റഹ്മാനായ റബ്ബിൽ നിന്നുള്ള വലിയ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.